72കാരി അബുസ ബീവിക്ക് സർക്കാരിനോട് നന്ദി പറയാൻ വാക്കുകളില്ല. കിടക്കാൻ സ്വന്തം കിടപ്പാടമില്ലാതെ, ഭക്ഷണത്തിനും മരുന്നിനും വഴിയില്ലാതെ, വാർദ്ധക്യത്തിൽ നഷ്ടപ്പെട്ട റേഷൻ കാർഡിനായി അദാലത്തിലെത്തിയതാണ് അബുസ ബീവി. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GR അനിലും അടിയന്തരമായി ഇടപെട്ട് AAY കാർഡ് അവർക്ക് നൽകി. സന്തോഷം. അന്ന് ഞാൻ സാറ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറിൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും ഞാൻ നന്ദി എന്നും പറഞ്ഞു സങ്കടപ്പെട്ട് സാറിന് വേണ്ടി ഞാൻ ദുആ ചെയ്തു. ഇത് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നതിൻ്റെ സന്തോഷ കണ്ണീരാണ്. വർക്കല കവലൂർ സ്വദേശിയാണ് 72 വയസ്സുള്ള അബൂസ ബീവി. കിഡ്നി തകരാറിലായി ചികിത്സയിലാണ്. സ്വന്തമായി വീടില്ല. ഇല്യാസ് നൂറുനിസ ദമ്പതിമാരുടെ കനിവിൽ അവരുടെ വീടിൻ്റെ ചായ്പിലാണ് താമസം. 4 മാസം മുൻപ് ആശുപത്രിയിൽ കുറച്ചു ദിവസം അഡ്മിറ്റായി. തിരികെ എത്തിയപ്പോൾ ആൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അബൂസ ബീവിയുടെ റേഷൻ കാർഡ് റദ്ദാക്കിയ അവസ്ഥയിലും. ഞാൻ ആശുപത്രി ഒത്തിരി ദിവസം കിടന്ന് വയ്യാതെ കിടന്നിട്ട് വന്നപ്പോൾ ഞാൻ മരിച്ചു എന്നും പറഞ്ഞ് എൻ്റെ കാർഡൊക്കെ വെട്ടി ആളൊക്കെ പോയി. അപ്പം എൻ്റെ വീടും പെരടും ഒക്കെ വിറ്റ് ഇപ്പം കിടക്കാടൊന്നും ഇല്ല. അമ്മ പ്രതീക്ഷിച്ചിരുന്നോ ഇവിടെ നിന്ന് ഇപ്പം ഇത്ര വേഗത്തിൽ കാർഡ് മാറ്റി? ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എനിക്ക് ഈ കാർഡ്. ഞാൻ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറ് എനിക്ക് 2 അരി എൻ്റെ കൊച്ചുങ്ങളെ കൊടുത്ത് ഞാൻ വ്യാപിക്കുകയോ കുടിക്കുകയോ ചെയ്യും, ചിലവിന് കിട്ടണമെന്നൊരു പ്രാർത്ഥന ഉണ്ട്. ഇന്ന് ആ കണ്ണുകളിൽ കാണാം നിറസന്തോഷം. അണപൊട്ടി അവ ഒഴുകുകയാണ്. വാക്കുകളിൽ തീർത്താൽ തീരാത്ത നന്ദിയും. കേവലം കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദാലത്തിൽ എത്തി വഴിമുട്ടിയ ജീവിതം ഒരു പ്രതീക്ഷയുടെ പുതുവഴിയിൽ യാത്ര തുടരുന്ന നിരവധി അബൂസ ബീവിമാരെ നമുക്ക് ഈ അദാലത്തുകളിൽ കാണാൻ സാധിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.